പലപ്പോഴും നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യത്യസ്ത നിലകളിലാണ്. ചില അവസരങ്ങൾ നാം കേൾവിയുടെ അടിസ്ഥാനത്തിലും മറ്റുള്ളവർ നമ്മളെ തിരിയപ്പെടുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലും നാം ദൈവത്തെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ ചില അവസരങ്ങൾ സ്വന്തം അനുഭവത്തിൽ നാം കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും കേൾവിയുടെ അടിസ്ഥാനത്തിൽ നാം ദൈവത്തെ ആരാധിക്കുകയും കർത്താവിനെ പിന്തുടരുകയും ചെയ്യുമ്പോൾ അത് പല സമയങ്ങളിലും പരാജയത്തിലേക്കും സംശയവിചാരത്തിലേക്കും കുറവിലേക്കും നമ്മെ നയിക്കുവാൻ സാധ്യതയുണ്ട്. ദൈവഭക്തനാകുന്ന പത്രോസ് വിളിയുടെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ പിന്നത്തേതിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ഉയർന്നു വന്നപ്പോൾ അവൻ തൻ്റെ വഴിയിൽ പരാജയപ്പെടുവാനിടയായി. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പെന്തിക്കോസ് നാൾ വന്നപ്പോൾ ശക്തിയേറിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പത്രോസിനെ തൊടുകയും പത്രോസ് ദൈവത്തെ വ്യക്തമായി അനുഭവിച്ചറിയുകയും ചെയ്യുവാനിടയായി തീർന്നു. അതെ, അവിടെ നമുക്കിങ്ങനെയാണ് വായിക്കുവാൻ കഴിയുന്നത്: നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ എന്ന് ധൈര്യസമേതം ഉയർത്തിപ്പറയത്തക്കവണ്ണമുള്ള ആത്മാവിൻ്റെ അധികാരവും ശക്തിയും പത്രോസ് പ്രാപിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ യോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം: ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നിന്നെ കാണുന്നു. അതെ, ജീവിതത്തിൽ അനേക കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും കൂടെ കടന്നു പോയതിന് ശേഷം 42-ാം അധ്യായത്തിൽ പറയുകയാണ്: ഇതുവരെയുള്ള എൻ്റെ ആരാധനകൾ മുഴുവൻ കേൾവിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ 42-ാം അധ്യായത്തിൽ അവസാനിപ്പിക്കുമ്പോൾ താൻ വ്യക്തമായി കർത്താവിനെ രുചിച്ചറിയുവാനും പിന്മാറാതെ വിശ്വാസത്തിൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ജീവിതയാത്ര നയിപ്പാനും ദൈവം യോബിനെ സഹായിച്ചു. അതെ, നമ്മളുടെയും ആരാധനകൾ എപ്രകാരമാണ്? ദൈവത്തെക്കുറിച്ചുള്ള കേൾവിയുടെ അടിസ്ഥാനത്തിലോ അതോ വ്യക്തമായി ദൈവത്തെ അനുഭവിച്ചും രുചിച്ചും അറിഞ്ഞും ആണോ എന്ന് നാം ചിന്തിക്കേണ്ടുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്: യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.